നിങ്ങളുടെ ജീവിതത്തിൽ ചിലർ എളുപ്പത്തിൽ വലിയ സമ്പത്തും വിജയവും നേടുന്നത് കാണുമ്പോൾ മറ്റു ചിലർ എപ്പോഴും കഷ്ടപ്പാടുകളിലും കടബാധ്യതകളിലും തന്നെ തുടരുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഒരേപോലെ അധ്വാനിക്കുന്ന രണ്ടുപേരിൽ ഒരാൾ മാത്രം ഉന്നതങ്ങളിലേക്ക് പോവുകയും മറ്റൊരാൾ പരാജയപ്പെടുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങളുടെ ഭാഗ്യമില്ലായ്മയോ സാഹചര്യങ്ങളോ ആണോ ഇതിന് കാരണം? അല്ല. നിങ്ങളുടെ ജീവിതത്തിന്റെ ഗതി നിർണ്ണയിക്കുന്ന, നിങ്ങൾക്ക് ആവശ്യമുള്ളതെന്തും നിങ്ങളുടെ കാൽക്കീഴിൽ കൊണ്ടുവരാൻ കഴിവുള്ള ഒരു വലിയ രഹസ്യം നിങ്ങളുടെ തലച്ചോറിനുള്ളിൽ തന്നെ ഒളിഞ്ഞിരിപ്പുണ്ട്. ഈ രഹസ്യം മനസ്സിലാക്കുന്ന നിമിഷം മുതൽ നിങ്ങളുടെ ജീവിതം നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ മാറിമറിയും. നമ്മൾ പലപ്പോഴും വിചാരിക്കുന്നത് നമ്മുടെ കഠിനാധ്വാനവും നമ്മുടെ ബോധപൂർവമുള്ള തീരുമാനങ്ങളും മാത്രമാണ് വിജയത്തിന് കാരണം എന്നാണ്. അതൊരു വലിയ തെറ്റിദ്ധാരണയാണ്. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ, സ്വപ്നങ്ങൾ, തീരുമാനങ്ങൾ എന്നിവയെല്ലാം നിങ്ങൾ ബോധപൂർവം എടുക്കുന്ന കാര്യങ്ങളായിരിക്കാം. എന്നാൽ ആ ലക്ഷ്യങ്ങളിലേക്ക് നിങ്ങളെ എത്തിക്കുന്നതും അല്ലെങ്കിൽ നിങ്ങളെ അവിടെ നിന്ന് വലിച്ചു താഴെയിടുന്നതും മറ്റൊരു ശക്തിയാണ്. ഒരു മഞ്ഞുമലയുടെ വളരെ ചെറിയൊരു ഭാഗം മാത്രമേ വെള്ളത്തിനു മുകളിൽ കാണുകയുള്ളൂ. അതിലും വലിയൊരു ഭാഗം വെള്ളത്തിനടിയിൽ മറഞ്ഞുകിടക്കുകയാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ മനസ്സും. നമ്മൾ അറിയുന്ന, നമ്മൾ ചിന്തിക്കുന്ന ബോധമനസ്സ് ആ മഞ്ഞുമലയുടെ മുകൾ ഭാഗം മാത്രമാണ്. എന്നാൽ വെള്ളത്തിനടിയിൽ കിടക്കുന്ന ഭീമാകാരമായ ആ ഭാഗമാണ് നമ്മുടെ ഉപബോധമനസ്സ്. ഈ ഉപബോധമനസ്സിനെ എങ്ങനെ നിയന്ത്രിക്കാമെന്നും അതിനെ ഉപയോഗിച്ച് എങ്ങനെ യാഥാർത്ഥ്യങ്ങളെ മാറ്റിമറിക്കാമെന്നും മനസ്സിലാക്കുന്നതിനു മുൻപ് നാം ജീവിക്കുന്ന ഈ ലോകത്തിന്റെ ചില അടിസ്ഥാന സത്യങ്ങൾ നാം തിരിച്ചറിയേണ്ടതുണ്ട്. നിങ്ങളുടെ ഉപബോധമനസ്സാണ് നിങ്ങളുടെ യാഥാർത്ഥ്യത്തെ തീരുമാനിക്കുന്നത്. അതെ, നിങ്ങൾ ഇന്നനുഭവിക്കുന്ന സന്തോഷവും സങ്കടവും ദാരിദ്ര്യവും സമ്പത്തുമെല്ലാം ഈ ഉപബോധമനസ്സിന്റെ സൃഷ്ടിയാണ്. മനുഷ്യന്റെ തലച്ചോറ് അതിശക്തമായ ഒരു കാന്തം പോലെയാണ് പ്രവർത്തിക്കുന്നത്. ഒരു കാന്തം എങ്ങനെയാണോ ഇരുമ്പിനെ അതിലേക്ക് ആകർഷിക്കുന്നത്, അതുപോലെ തന്നെയാണ് നിങ്ങളുടെ തലച്ചോറും പ്രവർത്തിക്കുന്നത്. നിങ്ങൾ നിരന്തരം ചിന്തിക്കുന്ന കാര്യങ്ങൾ അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അത് പോസിറ്റീവായാലും ശരി, നെഗറ്റീവായാലും ശരി, പ്രപഞ്ചത്തിന് അത് തിരിച്ചറിയാൻ കഴിയില്ല. നിങ്ങളുടെ ചിന്തകൾ എന്തിനെക്കുറിച്ചാണോ അത് നിങ്ങൾക്ക് മുന്നിൽ ഒരു യാഥാർത്ഥ്യമായി അവതരിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ എപ്പോഴും കടങ്ങളെക്കുറിച്ചും ദാരിദ്ര്യത്തെക്കുറിച്ചും രോഗങ്ങളെക്കുറിച്ചുമാണ് ചിന്തിക്കുന്നതെങ്കിൽ നിങ്ങളുടെ തലച്ചോറ് എന്ന കാന്തം ആ അവസ്ഥകളെ കൂടുതൽ കൂടുതൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കും. മറിച്ച് നിങ്ങൾ സമ്പത്തിനെയും ആരോഗ്യത്തെയും വിജയത്തെയും കുറിച്ചാണ് ചിന്തിക്കുന്നതെങ്കിൽ അത്തരം കാര്യങ്ങൾ നിങ്ങളെ തേടിയെത്തും. ഈ പ്രപഞ്ചത്തിലെ നിയമങ്ങൾ വളരെ വ്യക്തമാണ്. ഈ അറിവ് നിങ്ങളുടെ ജീവിതത്തെ അടിമുടി മാറ്റാൻ പോകുന്ന ഒന്നായതുകൊണ്ട് തന്നെ ദയവായി ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ഒരു കമന്റ് ചിലപ്പോൾ ഈ വീഡിയോ കാണുന്ന മറ്റൊരാളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റത്തിന് കാരണമായേക്കാം. മനുഷ്യന്റെ പെരുമാറ്റത്തിന്റെയും തീരുമാനങ്ങളുടെയും ഫലങ്ങളുടെയും 95% നിയന്ത്രിക്കുന്നത് ഉപബോധ മനസ്സാണ് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ ശാസ്ത്രീയ സത്യം. നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ രാത്രി ഉറങ്ങാൻ പോകുന്നതുവരെയുള്ള സമയത്ത് നിങ്ങൾ ചെയ്യുന്ന മിക്ക കാര്യങ്ങളും നിങ്ങളുടെ ശീലങ്ങളും ഈ ഉപബോധ മനസ്സിന്റെ നിയന്ത്രണത്തിലാണ്. ഉദാഹരണത്തിന്, നിങ്ങൾ ആദ്യമായി ഡ്രൈവിംഗ് പഠിക്കുന്ന സമയം ഓർത്തുനോക്കൂ. അന്ന് ഓരോ തവണ ഗിയർ മാറ്റുമ്പോഴും ബ്രേക്ക് ചവിട്ടുമ്പോഴും നിങ്ങൾ വളരെ ബോധപൂർവമാണ് അത് ചെയ്തിരുന്നത്. എന്നാൽ ഇന്ന് നിങ്ങൾ വണ്ടി ഓടിക്കുമ്പോൾ നിങ്ങൾ അതൊന്നും ശ്രദ്ധിക്കാറുപോലുമില്ല. നിങ്ങളുടെ ഉപബോധ മനസ്സ് അത് സ്വയം ചെയ്തുകൊള്ളും. ഇതേ രീതിയിൽ തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിലെ വിജയവും പരാജയവും തീരുമാനിക്കപ്പെടുന്നത്. നിരന്തരം ആവർത്തിക്കുന്ന വികാരങ്ങളും പ്രസ്താവനകളും ഉപബോധ മനസ്സിൽ വളരെ ആഴത്തിൽ രേഖപ്പെടുത്തപ്പെടുന്നു. ബാല്യം മുതൽ നിങ്ങൾ കേട്ടുവളർന്ന കാര്യങ്ങൾ, പണത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അറിവുകൾ, നിങ്ങളെക്കുറിച്ചുള്ള മറ്റുള്ളവരുടെ വിലയിരുത്തലുകൾ, ഇതെല്ലാം നിങ്ങളുടെ ഉപബോധ മനസ്സിൽ ഒരു പ്രോഗ്രാം പോലെ സേവ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. നിങ്ങളുടെ മനസ്സിനെ ഒരു ദാരിദ്ര്യ ചിന്താഗതിയിൽ നിന്ന് സമ്പന്നമായ ചിന്താഗതിയിലേക്ക് മാറ്റിയാൽ മാത്രമേ നിങ്ങളുടെ ബാഹ്യ യാഥാർത്ഥ്യത്തെ നിങ്ങൾക്ക് മാറ്റാൻ സാധിക്കുകയുള്ളൂ. ഇത് എങ്ങനെ സംഭവിക്കുന്നു എന്ന് നോക്കാം. ഈ പ്രപഞ്ചത്തിലുള്ള സകലമാന കാര്യങ്ങളും ഊർജ്ജത്താൽ നിർമ്മിതമാണ്. നിങ്ങളുടെ ഓരോ ചിന്തയും വെറുമൊരു വാക്കല്ല, അതൊരു ഊർജ്ജമാണ്, അതൊരു തരംഗമാണ്. നിങ്ങൾ ഓരോ തവണ ചിന്തിക്കുമ്പോഴും നിങ്ങളുടെ തലച്ചോറിൽ നിന്ന് ഒരു പ്രത്യേക ഫ്രീക്വൻസിയിലുള്ള തരംഗങ്ങൾ പുറത്തേക്ക് വമിക്കുന്നുണ്ട്. നിങ്ങളുടെ ഉള്ളിലെ ഈ ആന്തരിക പ്രകമ്പനത്തെ നിങ്ങളുടെ ലക്ഷ്യങ്ങളുമായി പൊരുത്തപ്പെടുത്തുന്നതിലൂടെ ആ ലക്ഷ്യങ്ങളെ നിങ്ങൾ വളരെ വേഗത്തിൽ ജീവിതത്തിലേക്ക് വലിച്ചെടുപ്പിക്കുന്നു. ഇതിനെയാണ് ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പലരും വിളിക്കുന്നത്. എന്നാൽ ഇതിന് പിന്നിൽ വ്യക്തമായ ശാസ്ത്രമുണ്ട്. ഒരേ കാര്യങ്ങൾ തന്നെ നിരന്തരം ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ തലച്ചോറിൽ പുതിയ ന്യൂറൽ പാതകൾ സൃഷ്ടിക്കപ്പെടുന്നു. ഓരോ പുതിയ ചിന്തയും തലച്ചോറിലെ കോശങ്ങൾ തമ്മിലുള്ള പുതിയ ബന്ധങ്ങൾക്ക് കാരണമാകുന്നു. നിങ്ങൾ വീണ്ടും വീണ്ടും അതുതന്നെ ചിന്തിക്കുമ്പോൾ ഈ ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാവുകയും തലച്ചോറിനെ ഭൗതികമായി തന്നെ മാറ്റുകയും ചെയ്യുന്നു. അതായത് നിങ്ങളുടെ ചിന്തകൾക്ക് നിങ്ങളുടെ തലച്ചോറിന്റെ ഘടനയെപ്പോലും മാറ്റാൻ ശക്തിയുണ്ട്. എന്നാൽ ഇവിടെയാണ് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. നമ്മുടെ ദൈനംദിന ചിന്തകളിൽ 80% വരെ നെഗറ്റീവാണ് എന്നതാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. നമുക്ക് ചുറ്റുമുള്ള സാഹചര്യങ്ങൾ, നമ്മൾ കാണുന്ന വാർത്തകൾ, നമ്മൾ സംസാരിക്കുന്ന ആളുകൾ എല്ലാം നമ്മളിലേക്ക് അറിഞ്ഞും അറിയാതെയും നെഗറ്റിവിറ്റി കുത്തിവെക്കുന്നുണ്ട്. ഈ നെഗറ്റീവ് ചിന്തകൾ
നമ്മളിൽ നിന്ന് നെഗറ്റീവ് ഊർജ്ജത്തെ പുറത്തേക്ക് പ്രവഹിപ്പിക്കുന്നു. ഈ 80% നെഗറ്റീവ് ചിന്തകളെ വെച്ചുകൊണ്ട് നിങ്ങൾക്കൊരിക്കലും വിജയത്തിന്റെ 100% നേടാൻ കഴിയില്ല. ഇതിൽ നിന്ന് പുറത്തുകടക്കാൻ ഒരു വഴിയുണ്ട്. നെഗറ്റീവ് ചിന്തകൾ മനസ്സിൽ വരുമ്പോൾ തന്നെ ബോധപൂർവം നിൽക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് അവയെ തടയുക. ഇത്തരത്തിൽ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ തലച്ചോറിലെ റെറ്റിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റത്തെ നിങ്ങൾക്ക് പരിശീലിപ്പിക്കാൻ കഴിയും. നമ്മുടെ ചുറ്റുമുള്ള ലക്ഷക്കണക്കിന് വിവരങ്ങളിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ളവ മാത്രം തെരഞ്ഞെടുത്ത് തലച്ചോറിലേക്ക് കടത്തിവിടുന്ന ഒരു അരിപ്പ പോലെയാണ് റെറ്റിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം പ്രവർത്തിക്കുന്നത്. നിങ്ങൾ എപ്പോഴും പോസിറ്റീവ് കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ ഈ സിസ്റ്റം നിങ്ങൾക്ക് ചുറ്റുമുള്ള പോസിറ്റീവ് അവസരങ്ങളെ മാത്രം നിങ്ങൾക്ക് കാണിച്ചുതരാൻ തുടങ്ങും. ഇതിനായി എല്ലാ ദിവസവും കൃതജ്ഞത ശീലമാക്കുക. നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള നല്ല കാര്യങ്ങളെ ഓർത്ത് നന്ദി പറയുക. അതുപോലെ നിങ്ങളുടെ വിജയത്തെക്കുറിച്ചുള്ള ആഴത്തിലുള്ള ദൃശ്യവൽക്കരണത്തിലൂടെ എല്ലാ ദിവസവും ഇത്തരം നെഗറ്റിവിറ്റിയെ പ്രതിരോധിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. പലരും ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത് പണത്തിന്റെ കാര്യത്തിലാണ്. പണം എന്നത് പലർക്കും ഒരു വലിയ പ്രശ്നമാണ്. എന്നാൽ സത്യത്തിൽ പണം എന്നത് കേവലം ഒരു ഊർജ്ജം മാത്രമാണ്. അതൊരു പേപ്പറോ നാണയമോ മാത്രമല്ല. നിങ്ങളുടെ ഉപബോധമനസ്സിൽ പണത്തെക്കുറിച്ച് പരിമിതപ്പെടുത്തുന്ന വിശ്വാസങ്ങളുണ്ടെങ്കിൽ അത് നിങ്ങളിൽ നിന്ന് അകന്നു നിൽക്കും. ഉദാഹരണത്തിന്, പണക്കാർ എല്ലാവരും മോശക്കാരാണെന്നും പണം സമ്പാദിക്കുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്നും പണം എല്ലാ തിന്മകൾക്കും കാരണമാണെന്നും നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഉപബോധമനസ്സ് നിങ്ങളെ പണത്തിൽ നിന്ന് അകറ്റി നിർത്താൻ പരമാവധി ശ്രമിക്കും. കാരണം നിങ്ങളുടെ വിശ്വാസങ്ങളെ സംരക്ഷിക്കുക എന്നതാണ് ഉപബോധമനസ്സിന്റെ ജോലി. ഈ പരിമിതികളെ മറികടന്ന് സ്വാഭാവികമായി പണം ആകർഷിക്കുന്നതിന് ശരിയായ ഊർജ്ജം പുറപ്പെടുവിക്കാൻ നിങ്ങൾ പഠിക്കണം. ഇതിനായി ആഴത്തിലുള്ള വൈകാരിക വിശ്വാസത്തോടെയുള്ള പ്രതിദിന അഫർമേഷനുകൾ ഉപയോഗിക്കുക. എനിക്ക് ധാരാളം പണം ലഭിക്കുന്നുണ്ട്, എന്റെ ജീവിതത്തിലേക്ക് സമ്പത്ത് എളുപ്പത്തിൽ ഒഴുകിയെത്തുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ വെറുതെ പറയുക മാത്രമല്ല, ആഴത്തിൽ വിശ്വസിക്കുകയും അത് അനുഭവിക്കുന്നതായി സങ്കൽപ്പിക്കുകയും ചെയ്യുക. നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇപ്പോൾ തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. കൂടാതെ നിങ്ങൾ ജീവിതത്തിൽ നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ ലക്ഷ്യം എന്താണെന്ന് താഴെ കമന്റ് ചെയ്യുക. നിങ്ങളുടെ വാക്കുകൾ നിങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്കുള്ള ആദ്യ ചുവടുവെപ്പാകട്ടെ. സമ്പത്ത് മാത്രമല്ല, നിങ്ങളുടെ ആരോഗ്യവും നിങ്ങളുടെ ഉപബോധമനസ്സുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഇന്നത്തെ ലോകത്ത് നമ്മൾ കാണുന്ന 70%-ലധികം ശാരീരിക രോഗങ്ങൾക്കും ഊർജ്ജം പകരുന്നത് നമ്മുടെ നെഗറ്റീവ് ചിന്തകളും മാനസിക സമ്മർദ്ദവുമാണ്. ദേഷ്യം, സങ്കടം, ഉത്കണ്ഠ, പേടി തുടങ്ങിയ വികാരങ്ങൾ നമ്മുടെ ശരീരത്തിൽ അപകടകരമായ രാസമാറ്റങ്ങൾ ഉണ്ടാക്കുന്നു. ഇത് നമ്മുടെ പ്രതിരോധശേഷിയെ ദുർബലപ്പെടുത്തുകയും രോഗങ്ങളെ ക്ഷണിച്ചുവരുത്തുകയും ചെയ്യുന്നു. എന്നാൽ നമ്മുടെ മനസ്സിന്റെ ശക്തി ഉപയോഗിച്ച് പ്ലാസിബോ ഇഫക്റ്റിലൂടെ നിങ്ങളുടെ ശരീരത്തെ സുഖപ്പെടുത്താൻ കഴിയും. യാതൊരു മരുന്നുമില്ലാതെ ഇത് മരുന്നാണെന്ന് വിശ്വസിപ്പിച്ച് ഒരു രോഗിക്ക് നൽകിയാൽ അയാളുടെ രോഗം ഭേദമാകുന്ന അത്ഭുതകരമായ പ്രതിഭാസമാണിത്. ഇവിടെ മരുന്നല്ല, മറിച്ച് രോഗം മാറും എന്ന ആ രോഗിയുടെ ഉപബോധമനസ്സിന്റെ വിശ്വാസമാണ് അയാളെ സുഖപ്പെടുത്തുന്നത്. പൂർണ്ണമായ ആരോഗ്യം നിരന്തരം മനസ്സിൽ കാണുന്നതിലൂടെ നിങ്ങളുടെ ശരീരത്തിലേക്ക് രോഗശാന്തിക്കുള്ള പോസിറ്റീവ് സിഗ്നലുകൾ നിങ്ങൾ നൽകുന്നു. നിങ്ങളുടെ തലച്ചോറ് ഈ സിഗ്നലുകൾ സ്വീകരിച്ച് ശരീരത്തിലെ കോശങ്ങൾക്ക് രോഗശാന്തിക്കുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നു. പോസിറ്റീവ് ചിന്തകൾ നേരിട്ട് ശരീരത്തിന്റെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുകയും രോഗശാന്തി വേഗത്തിലാക്കുകയും ചെയ്യുന്നുവെന്ന് കാണിക്കുന്ന സൈക്കോന്യൂറോ ഇമ്മ്യൂണോളജി എന്ന ശാസ്ത്രശാഖ ഇതിനെ ശാസ്ത്രീയമായി തന്നെ പിന്തുണയ്ക്കുന്നുണ്ട്. നിങ്ങളുടെ ചിന്തകളും നിങ്ങളുടെ നാഡീവ്യൂഹവും നിങ്ങളുടെ പ്രതിരോധ സംവിധാനവും തമ്മിലുള്ള അഭേദ്യമായ ബന്ധമാണ് ഇത് വ്യക്തമാക്കുന്നത്. നിങ്ങൾ രോഗിയാണെങ്കിൽ പോലും ഞാൻ പൂർണ്ണ ആരോഗ്യവാനാണ് എന്ന് നിരന്തരം വിശ്വസിക്കുകയും അത് ദൃശ്യവൽക്കരിക്കുകയും ചെയ്താൽ നിങ്ങളുടെ ശരീരം അത് സത്യമാണെന്ന് വിശ്വസിച്ച് അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങും. ചുരുക്കത്തിൽ, നിങ്ങളുടെ ജീവിതം ഒരു ക്യാൻവാസും നിങ്ങളുടെ ഉപബോധമനസ്സ് അതിലെ ബ്രഷുമാണ്. നിങ്ങൾ വരയ്ക്കുന്ന ചിത്രമാണ് നിങ്ങളുടെ യാഥാർത്ഥ്യമായി മാറുന്നത്. നെഗറ്റീവ് ചിന്തകളെ മാറ്റി നിർത്തി പോസിറ്റീവ് ചിന്തകൾക്കും കൃതജ്ഞതയ്ക്കും ദൃശ്യവൽക്കരണത്തിനും ജീവിതത്തിൽ ഇടം നൽകുക. പരിമിതികൾ നിറഞ്ഞ വിശ്വാസങ്ങളെ വലിച്ചെറിഞ്ഞ് സമ്പത്തും ആരോഗ്യവും നിങ്ങളുടെ ജന്മാവകാശമാണെന്ന് വിശ്വസിച്ച് മുന്നോട്ടു പോവുക. നിങ്ങളുടെ യാഥാർത്ഥ്യത്തെ രൂപപ്പെടുത്താനുള്ള പൂർണ്ണമായ ശക്തി ഇപ്പോൾ നിങ്ങളുടെ കൈകളിൽ തന്നെയാണ്.